ഇന്നിവിടെ കുറച്ച് ഗസ്റ്റുകൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ആരാന്നറിയോ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവർ ഒരു കാര്യം തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇവരുടെ കയ്യിൽ എന്താ നോക്കൂ. നമ്മുടെ നാട്ടിലെ ഒച്ചില്ലേ, ഒച്ചിനെ പിടിച്ചുകൊണ്ട് പോവുക. You take this. Okay, thank you. How you will cook this one? Yeah, we'll cook it in the evening. Okay. Let me show you. കുറച്ച് പേര് അപ്പുറത്തും ഉണ്ട്. എൻ്റെ അടുത്ത് വന്ന് ഇതിന് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു. അവർ കറിവേപ്പില എടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. ആ സമയത്താണ് ഇവിടെ ഒരു ഒച്ചിനെ കണ്ടത്. അപ്പോൾ ഒച്ചിനെ കണ്ടപ്പോൾ അവരെന്നോട് ചോദിച്ചു എടുക്കട്ടെ എന്ന് വെച്ചു. ഒച്ചിനെ എടുക്കട്ടെ എന്ന് വെച്ചു. പിന്നെ എടുത്തോ, ഞങ്ങൾക്ക് ആവശ്യമില്ല. Here is very plenty. Yes. You used to prepare food. I'm coming. I'll come and take all. India, you don't eat? No, Uh-huh. we don't like. You cook with vegetables? This one? You make like light soup. Live soup. Yes. Okay. Soup ഉണ്ടാക്കിയിട്ടാണ് അവർ കഴിക്കുക. Pepper, ginger, garlic, ginger, garlic, everything. You prepare it. Okay. You don't eat with fufu. This one, you boil water first. അൻഷുവാണ് കാണിച്ചു കൊടുക്കുന്നത്. One here. Plenty here. Yes, every day I'll come and take. Hey! Woo. Oh, here is plenty. അവർക്ക് ഭയങ്കര സന്തോഷമായി ഇത് കണ്ടിട്ട്. Ah, nisa katrevende, katrevende. The last one is here. The last one. What is it? Ah, the last one. That's the baby. What else? How much of tray? No, shall we end it? സാധാരണ നമ്മളിതിനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ കൂടുതലായിട്ട് കാണുമ്പോൾ ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് ഒഴിവാക്കുക ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ മഴ പെയ്തപ്പോൾ, കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോൾ ഇവിടെയൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഫ്രിക്കയുടെ പല ഏരിയകളിലും സ്നെയിലിനെ കൃഷി ചെയ്യുന്നുണ്ടെന്ന് ഇവർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. Oh, when Sammy is here, tell Nandu, you come and take. Yeah. Does Sandy like to eat? No. Something is inside. Wow. I think they came out. A regular one. We're gonna rig it. Wow. What's your name, Suki? അമ്മി പേര് പറഞ്ഞു കൊടുക്കോ ചേച്ചിക്ക്, പറഞ്ഞു കൊടുക്കോ. ആ, നേരെ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കും, മുഖത്തേക്ക് നോക്കിയിട്ട് ശരിക്കും പറഞ്ഞു കൊടുക്കോ. എന്തിനാ അത്ര നാളാ? Yona. Hey, two more. Where? What's your name? Two more. You said two more. Where are they? Where are they? Your name? Asana. Asan. Asana. Asana. Yes. Asana. Yes. Okay, your name? Zainab. Zaina. Yes. Zaina. And your name? Aisha. Aisha. Okay. My friend name is Aisha. ഇതാ നിങ്ങൾ ഈ കാണുന്നതാണ് ആഫ്രിക്കൻ ഒച്ച്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ചെറിയ ഒച്ചിൽ നിന്നും ഒരുപാട് വലുതാണിത്. 10 മാസം മുൻപ് വന്നിട്ടുള്ള പല മലയാളം ന്യൂസുകളിലും നമ്മൾ കണ്ടിരുന്നു കേരളത്തിൻ്റെ ചില പ്രദേശങ്ങളിലൊക്കെ ആഫ്രിക്കൻ ഒച്ച് വ്യാപകമായിട്ട് കാണപ്പെടുന്നുണ്ടെന്ന്. ഈ ആഫ്രിക്കൻ ഒച്ച് വെറും നിസ്സാരക്കാരനല്ല ഗൈസ്, അതെനിക്ക് പിന്നെയാണ് മനസ്സിലായത്. മനുഷ്യ ഉപഭോഗത്തിനോ അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക ഉപയോഗത്തിനോ വേണ്ടിയിട്ട് ഭക്ഷ്യയോഗ്യമായ ഒച്ചുകളെ വളർത്തുന്ന ഒരു പ്രക്രിയയാണ് ഹെലികൾച്ചർ. അപ്പോൾ ഇങ്ങനെ ഈ ബിസിനസ്സിലൂടെ ഒരുപാട് പേര് $1 മില്യൺ ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ് ഇതിലുള്ള കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം. Oh, she should be my head. Ew. Hey, uncle. Oh, boy. Get a little there. Get no budget. മഴ പെയ്തപ്പോൾ എല്ലാം പുറത്തേക്ക് വന്നതാണ്. പ്ലെന്റി. അപ്പോൾ എന്താ അല്ലേ, മനുഷ്യന്മാർ എന്തിനൊക്കെ കഴിക്കുന്നുണ്ട് നോക്കൂ.
ചൈനക്കാരൊക്കെ കഴിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഇതുപോലുള്ള എലീനെയും ഒച്ചിനെയും പാറ്റേനെയും ഒക്കെ കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാട്ടോ. ഞാനിവിടെ കാണാറുണ്ട്, നമ്മുടെ മുറ്റത്തും അവിടെ ഇവിടെയൊക്കെ എൻ്റെ ചെടി നശിപ്പിക്കാനായിട്ട് ഒരുപാടെണ്ണം വരാറുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ ഉപ്പിട്ട് കൊടുക്കുമ്പോഴേക്കും അത് ഇങ്ങനെ ഉരുകി പോവുക ചെയ്യാറുള്ളത്. അപ്പം ഇങ്ങനൊരു ഉപകാരം അവർക്ക് ഉണ്ടാവും എന്നറിഞ്ഞില്ല, ഉണ്ടെങ്കിൽ ഞാൻ അവരെ വിളിച്ച് പറയായിരുന്നു. എന്തായാലും നമ്മുടെ ഒച്ചിനെയൊക്കെ പെറുക്കിക്കൊണ്ടായി ഇവിടെ കാലിയാക്കിയില്ലേ. അപ്പോൾ ഗായ്സ്, ചാച്ചാ ബൈ. നമുക്ക് വീണ്ടും ആഫ്രിക്കയിലെ മറ്റൊരു വിശേഷവുമായിട്ട് കണ്ടുമുട്ടാം. ബൈ.